വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ശിവയോഗ, സരിയ ക്രിയ യോഗ ആൻഡ് ശിവജ്ഞാന ഈസ്? യോഗ ചെയ്താൽ നിങ്ങൾ അതുമായിട്ട് മാറും. എന്തോന്നു? ജീവ ബികംസ് ശിവ, ജീവ ബികംസ് ശിവ. ബട്ട് മറ്റു മാർഗങ്ങളിൽ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. എന്തോന്നു? മറ്റു മാർഗങ്ങളിൽ യോഗ മാർഗം ടു ബികം വൺ വിത്ത്. യോഗേൻ്റെ മീനിങ് എന്തോന്ന്? ടു ബികം വൺ വിത്ത്. യോഗ് എന്നുള്ള വേർഡ് അതിൻ്റെ റൂട്ട് വേർഡ്, അതിൻ്റെ മുമ്പ് യുജ് എന്നുള്ള വേർഡാണ് സ്റ്റാർട്ടിങ്. എന്തോന്ന്? യുജ് എന്നുള്ള വേർഡ്. യുജിൽ നിന്ന് യോഗ എന്നായി, അടുത്ത യോഗിൽ നിന്ന് യോഗ. ഇപ്പം സാൻസ്ക്രിറ്റിൽ യോഗ തന്നെ. എന്തോന്ന്? അത് സൗത്ത് ഇന്ത്യ വരുമ്പോൾ കുറച്ച് അത് യോഗ. എന്തോന്ന്? തമിഴിൽ ഇതിൽ കന്നഡത്തിലൊക്കെ ഇങ്ങോട്ട് മാറി വരുമ്പോൾ യോഗ എന്ന് മാറും. അപ്പോൾ യോഗ തന്നെ. യോഗ എന്ന് വെച്ചാൽ യൂണിയൻ. അപ്പോൾ ഒന്ന് ഇങ്ങനെ വരുന്നു. അത് കാരണം സാൻസ്ക്രിറ്റിൽ അവർ മറ്റേ കൃഷ്ണ എന്താണ് ഹരേ രാമ ഹരേ രാമ, ഇത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഹരേ ഹരേ. ഇവിടെ വരുമ്പോൾ കൃഷ്ണ. അടുത്ത ഇവിടെ വരുമ്പോൾ ഉണ്ണികൃഷ്ണനായി. കേരളത്തിൽ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആവുന്നു. ഓക്കെ, അതെന്ന് വെച്ചാൽ to you means to become one with the yoga. You become one with in a mechanical and scientific manner, operating your energy inside. And inside you in the astral body there is an energy support system. Don't know? Energy support system. And there are batteries in series. Don't know? ബാറ്ററി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറേജ് പ്ലേസ് അല്ലേ? നിങ്ങളുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, അത് ഇത് എല്ലാം എനർജി സ്റ്റോറേജ് പ്ലേസ് തന്നെ. അവിടെ ഞങ്ങൾ ചക്ര ആക്ടിവേഷൻ യോഗ എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് പ്രത്യാഹാര യോഗ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. ആ പ്രത്യാഹാര യോഗം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജി, ലോട്ട് ഓഫ് എനർജി വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ആധാരസ് and they will be channelized through nerve channels, 96 നാഡി ചാനൽ. ഓക്കെ, ഇത് പ്രോപ്പറായിരുന്ന നോ ഡിസീസ്. ആദ്യം ഒരു ഡിസീസും വരില്ല. പിന്നെ എന്ന് വെച്ചാൽ യു വിൽ ബി എലിവേറ്റഡ് ടു ദി ലെവൽ ഓഫ് ദ സുപ്രീം എനർജി ദാറ്റ് വി കോൾ ആസ് ഗോഡ്. എന്തോന്ന്? സോ ഗോഡ്, GOD, God means stands for generation, operations and ഡിസ്ട്രക്ഷൻ. അതാണ് ഇൻ്റർനാഷണൽ. ഗോഡ് എന്ന് പറഞ്ഞത് എന്തോന്ന്? അക്രോണിം ഫോർ ജനറേഷൻ, ഓപ്പറേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. ISR വഴി വന്ന് ഇസ്രോ എന്ന് പറയുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. പക്ഷേ നിങ്ങൾ ISR എന്ന് പറയുന്ന മാതിരി ഗോഡ്. ശരി, ഓക്കെ. ഇങ്ങനെ വന്നപ്പോൾ ഈ തത്വങ്ങൾ ഇടയിൽ നിൽക്കുകയാണ്. ആത്മാ ഒരു പക്കം, തത്വങ്ങൾ ഒരു പക്കം ഗാഡിന്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആത്മ ആൻഡ് ഗാഡ് എന്ന് പറഞ്ഞാൽ, ആത്മ വിൽ ബി ബൗണ്ട് ഡൗൺ ബൈ ദി പാസ ആർ ദി what is called fetters. പാസ ദ fetters എന്ന് പറയാമല്ലോ. FETTS, fetters. The fetters, man is trapped inside the fetters and God is outside the fetters. എന്താണ്? Man is trapped inside the fetters and God is outside the fetters. But ഈ fetters ഒക്കെ ഉണ്ടാക്കുന്ന എന്താണ്? കമ്പി നിങ്ങളാണ് പോയി മറ്റേ അടുത്തുള്ള ഹാർഡ്വെയറിൽ പോയി 7mm കമ്പി വാങ്ങിച്ച് fetters നിങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. അത് പാസ്റ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ഫെറ്റേഴ്സ് ഉണ്ടാക്കിയത് നിങ്ങളാണ്. പാവപ്പെട്ടവൻ ഒന്ന് സഫർ ചെയ്യുന്നു അവൻ അപ്പോൾ ഹീസ് ഇൻസൈഡ് അയൺ ഫെറ്റേഴ്സ്. എന്തോന്ന്? അയൺ ഫെറ്റേഴ്സ്. പണക്കാരൻ നല്ല ജാലിയ ലോകത്തെ എൻജോയ് ചെയ്യാണ്. അവരെ അച്ഛൻ വലിയ ബാങ്ക് ബാലൻസ് വെച്ചിട്ടുണ്ട്.
നിങ്ങൾ ഈ ശമ്പളം ഒരുപാട് വന്നു അപ്പം നല്ല ജാലിയായിരിക്കണം. അതും ഫെറ്റേഴ്സ് തന്നെ, ഗോൾഡൻ ഫെറ്റേഴ്സ്. എന്തോന്ന്? ഈ രണ്ടും ഫെറ്റേഴ്സ് തന്നെ. എന്താണ്? നിങ്ങൾ നല്ല സന്തോഷமாக പറയാണ്, അവൻ്റെ അച്ഛന് ഭ്രാന്ത്, അവൻ ഇരുമ്പ് ചങ്കല കൊണ്ട് റൂമിൽ കെട്ടിയിട്ടിരിക്കുന്നു. എന്താണ്? ഞാൻ എൻ്റെ അച്ഛന് ഭ്രാന്ത്, ഞാൻ ഗോൾഡൻ ചങ്കല കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എന്താണ്? രണ്ടും ചങ്കല തന്നെ. മനസ്സിലായ? സോ ബോത്ത് ആർ ഫെറ്റേഴ്സ് വെൻ ദേ ആർ ഇൻ ദി സഫറിങ്. വെൻ മാൻ ഈസ് ഇൻ ദി സഫറിങ്, ഓ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ. എന്തോന്ന്? സഫറിങ് ഇരിക്കുന്നവർ എന്തോന്ന്? കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ സ്വാമിയെ സണ്ണയ്യപ്പ, മാലയിട്ട് വരാം. പ്രശ്നമൊക്കെ തീർന്ന്, ഭാര്യയും കിട്ടി, ഇഷ്ടപ്പെട്ട പോലെ ഒരു പെണ്ണും കെട്ടി, എല്ലാ ജോലിയൊക്കെ കിട്ടി. അപ്പം ഇപ്പം കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പ വിളി കുറയും. ഒരു ശബരിമല അടുത്ത കൊല്ലം പോവാം. ഇപ്പം എന്തോന്ന് അവസരം? എന്തോന്ന്? അപ്പം ഗുരുവായൂരിൻ്റെ ക്ഷേത്രമായിട്ട് അടുത്തോടെ കാറ് പോയാൽ അടുത്ത കൊല്ലം കയറാന്ന് പോകും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇനിയും പ്രശ്നം അടുത്ത വരുമ്പോൾ ഇനിയും കൃഷ്ണ ഗുരുവായൂരപ്പ. അങ്ങനെ ഹിന്ദുക്കൾ വന്ന് ഹിന്ദുക്കൾ വർഷിപ്പ് ഗാഡ്. എന്തോന്ന്? ഹിന്ദുവിഷയത്തിൽ വർഷിപ്പ്. തേങ്ങ പഴം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. മോനെ പോകുമ്പോൾ തേങ്ങ മറക്കാതെ വാങ്ങണം കേട്ടോ. അടുത്ത കടയിൽ കർപ്പൂരം ഇരിക്കും, അതും വാങ്ങണം കേട്ടോ. ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയത് എത്ര സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാം ചേർന്ന് വരുമ്പോൾ 55 രൂപ, ഒരു തേങ്ങ 25 രൂപ, 5 രൂപ വെച്ച എല്ലാം 55 രൂപയുടെ സാധനം വാങ്ങിച്ചു കൊണ്ട് അവിടെ ക്ഷേത്രത്തിൽ വെച്ചിട്ട്, ഭഗവാനെ എനിക്ക് മാസം ഒരു 3 ലക്ഷം രൂപ ശമ്പളമുള്ള ജാബ് കിട്ടണമേ. ഇപ്പോൾ 2.5 ലക്ഷമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ എന്ന്. 3 ലക്ഷം. പിന്നെ എനിക്ക് ഒരു ഭാര്യയെ വേണം, അത് വേണം, ഇത് വേണം. കാറ് ഇപ്പോൾ ഇരിക്കുന്ന കാറേക്കാട്ടിലും വലിയ കാശ്. സോ ഒരു 55 രൂപ കൊടുത്തിട്ട് ഒരു 2 കോടിയുടെ സാധനമാണ് ചോദിക്കുന്നത്. എന്തോന്ന്? അപ്പം അവിടെ ഇരിക്കുന്ന ശിവൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ചിരിക്കും. ഇവൻ എന്തോന്ന് ഇത്, അയ്യയ്യേ ഇങ്ങനെയൊക്കെ ചോദിക്കും. കൊണ്ടുവന്ന മൊത്തം 55 രൂപയുടെ സാധനം കൊണ്ടുവന്നിട്ട് 5 കോടിയുടെ സാധനം. ഒരു കമ്മീഷൻ നോക്കിയാലും 2% നോക്കിയാലും ഇത്ര ഉണ്ട്. പക്ഷെ അതുകൂടെ തരാതെ ഇങ്ങനെ ഒന്ന് ദേ വർഷിപ്പ്, ഡിമാൻഡ്, ദേ ബെഗ് ബിഫോർ ഗാഡ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് ദേ ആർ ഫേമസ് ഫോർ പ്രെയർ. എന്തോന്ന്? ക്രിസ്ത്യനിസിലെ പ്രെയർ അവരുടെ പ്രെയർ കൊള്ളാം. ക്രിസ്ത്യാനിറ്റിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ ദേ ഹാവ് എ വെരി ഗുഡ് പ്രെയർ സിസ്റ്റം ആൻഡ് ദേ ഹാവ് എ വെരി ഗുഡ് താങ്ക്സ് ഗിവിങ് സിസ്റ്റം. എന്തോന്ന്? താങ്ക്സ് ഗിവിങ് സിസ്റ്റം. നമ്മുടെ ഇതിൽ ഈ രണ്ടും ഇല്ല. ഹിന്ദുക്കളെ വെച്ച് പ്രെയർ ചെയ്യാൻ പറയും. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് നടത്തും. 10-50 പേരുള്ള ക്യാമ്പൊക്കെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അവരുടെ എൻ്റെ ക്ലാസ്സിൽ ക്രിസ്ത്യൻ മുസ്ലിമും കൂടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇവരുടെ പ്രെയർ ചെയ്യാൻ പറഞ്ഞാൽ ഇവരെന്തോന്ന് പ്രെയർ ചെയ്യാൻ? ഇതാ നിങ്ങളുടെ മുമ്പ് ശിവൻ വന്ന് നിൽക്കുകയാണ്, നിങ്ങൾ ഇതാ എന്ത് വേണം പെട്ടെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ശിവൻ വന്ന് നിൽക്കുന്ന ശിവൻ അങ്ങനെ വരുമോ? ഇതാണ് ചോദിക്കുന്നത്. ഇല്ലല്ലോ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഓ എനിക്ക് മുക്തി വേണം. ഓക്കെ മുക്തി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. എന്തോന്ന്? 90 വയസ്സാകുമ്പോൾ ആ ചെക്കൻ മാറ്റിക്കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് പോകണം. അതാണ് മുക്തി. പക്ഷേ ഇപ്പം അതുവരെ ജീവിക്കാൻ എന്തോന്ന് വേണം? അപ്പോൾ അതൊക്കെ ചോദിക്കണം. അത് ഹിന്ദുക്കൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ക്രിസ്ത്യൻസ് അടുത്ത് പറയും പ്ലീസ് യു ഗിവ് എ പ്രെയർ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങനെ പരലോകത്തിലിരിക്കും പരമപിതാവേ നിങ്ങളുടെ നാമം അങ്ങനെ നല്ലാവട്ടെ. ഇവരാണ് പറയുന്നത് നാമം നല്ലാവട്ടെ എന്ന്. എന്തോന്ന്? അല്ലെങ്കിൽ അത് നല്ലത് തന്നെ. എന്തോന്ന്? അത് എൻ്റെ അയൽവാസി എൻ്റെ അടുത്ത് നല്ല സ്നേഹമായിരിക്കണമേ. അല്ലെങ്കിൽ വഴക്കെല്ലാം ഉണ്ടാവും. അയൽവാസി സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ നെയ്ബർഹുഡ് വഴക്ക്, കാമ്പൗണ്ട് ചുവര് കയറ്റി കൂട്ടി കെട്ടി നിങ്ങളാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് അയൽവാസി നന്നായിരിക്കണമേ, സ്നേഹമായിരിക്കണമേ. അത് എൻ്റെ ഭാര്യയെ എന്നെ സ്നേഹിക്കണമേ, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണമേ. ലോകത്തിൽ വലിയ ഒരു പാടുള്ള കാര്യം ഭാര്യയെ സ്നേഹിക്കുന്നതാണ്. അത് ഒരു ലവ് ചെയ്യുമ്പോൾ വിളുന്ന് സ്നേഹിക്കും. പിന്നെ മാരേജ് ചെയ്ത് വേടി ഇതാണ് അപ്രോച്ച്. സോ അതൊക്കെ ക്രിസ്ത്യൻ പ്രെയറിൽ ഉൾപ്പെടും. എന്തോന്ന്? അത് ഒരു ഐറ്റം വൈസ് ഐറ്റം അവരുടെ പ്രെയർ, അങ്ങനെ ഡീറ്റെയിൽഡ് പ്രെയർ, അത് കൊള്ളാം. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഹിന്ദുക്കളും പഠിക്കണം. അപ്പോൾ ഹിന്ദുക്കൾക്ക് പ്രെയർ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഒരു സിദ്ധൻ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തോന്ന്? ഒരു പ്രെയർ എഴുതി വെച്ചിരിക്കുന്നത്. എന്തെങ്ങനെ അറിയാമോ? അത് ക്രിസ്ത്യൻ പ്രെയർ മാതിരി അതവിടെ നല്ല ടാപ്പായിരിക്കും.
അത് ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ ക്രിസ്ത്യൻസും ചേർന്ന് എഴുതിയെടുക്കും, ക്രിസ്ത്യൻസും എഴുതിയെടുക്കും ആ പ്രേയറിനെ. കലയാத கல்வியும் குறையாத வயதும் ஓர் கபடுவாராத நட்பும் கன்றாத இளமையும் குன்றாத வளமையும் ஒரு கழுவினி இல்லாத உடலும் சலியாத மனமும் அன்பு அகலாத மனைவியும் தவறாத சந்தானமும் தாழாத கீர்த்தியும் மாறாத வார்த்தையும் தடைகள் வாராத கொடையும் தொலையாத நிதியமும் கோணாத கோலும் ஒரு துன்பமில்லாத வாழ்வும் തുയ്യനിൻ പാദത്തിൽ അൻപും. 16 ഐറ്റം. ഇത് തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നുള്ളതാണ് ആ പ്രെയർ. അപ്പോൾ ഇതിനെ ക്രിസ്ത്യൻസും വിളുന്ന് ക്രിസ്ത്യൻസും എഴുതിയെടുക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എഴുതിയെടുക്കുന്നത്, ഇത് ഞങ്ങളുടെ പ്രെയർ അവിടെ കൊള്ളാം, അതുകൊണ്ട് ഇതിനെയും കൂടെ ഞങ്ങൾ ചോദിച്ച് ഇതിനെയും കൂടെ ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചോളാം എന്ന് പറയും.